നല്ല നെയ്യുള്ള മത്തിക്കറി ഉണ്ടാക്കാം. മത്തി, ചാള, ഇംഗ്ലീഷിലാണെങ്കിൽ സാരഡൈൻ എന്നൊക്കെ പറയും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: 4-5 ചെറിയ ഉള്ളി, ഒരു 8-10 വെളുത്തുള്ളി, ഒരു തക്കാളി, 2 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്. ഇതെല്ലാം അരിഞ്ഞുകൊണ്ട് വരാം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കറി വെക്കാൻ തുടങ്ങാം. എപ്പോഴും മീൻകറി വെക്കുമ്പം ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞ് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് ചതച്ചോ അല്ലെങ്കിൽ പേസ്റ്റ് ചേർത്താലോ ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. എന്താണെന്ന് സയൻറ്റിഫിക്കലി ഒന്നും അറിയത്തില്ല, പക്ഷേ ഈ അരിഞ്ഞ് ചേർക്കുന്നതിനൊരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചുമപ്പായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു 1.5 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും കൂടെ ഉണ്ട്, ഞാനത് പറയാൻ മറന്നു പോയിരുന്നു. പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം വഴന്ന് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക് എല്ലാം അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നല്ലപോലെ വഴലുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തക്കാളി വഴലുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടികൾ നോക്കാം. മുളക് പൊടി ഒരു 3.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഫിഷിൻ്റെ അളവനുസരിച്ച് എടുക്കുക, ഓരോരുത്തരും എരിവ് അനുസരിച്ച്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി അത്രേ ചേർക്കാവുള്ളൂ മീനിന്. കാരണം അല്ലെങ്കിൽ ഇറച്ചിക്കറി പോലെ ആയിപ്പോകും മീൻ കറി. അതുകൊണ്ട് മല്ലിപ്പൊടി വളരെ ഒരു 2 പിഞ്ചാണ് നല്ലത്. അതിൽ കൂടുതലെടുത്താൽ അഴുക്കാണ്. തക്കാളി അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാവുള്ളൂ. മീൻ കറിക്ക് മുളക് പൊടി മൂത്ത് പോകരുത്. മൂത്ത് പോയാൽ മീൻ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും, ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് വരും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിയും അതിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. പുളി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് കറി വെക്കാൻ വേണ്ടി രാവിലെയൊക്കെ വെള്ളത്തിലിടണം. ഇതാകുമ്പം പെട്ടെന്ന് അതിൻ്റെ ഉറയൊക്കെ ഇറങ്ങി മീൻകറി നല്ല സെറ്റായിട്ട് കിട്ടും. പണ്ടുള്ളൊരു പച്ചമുളക് കല്ലിൽ അരച്ചായിരുന്നു മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അവർ മുളക് വറക്കുകയോ ചൂടാക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അതും ഇറച്ചിക്കറിക്കായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ചിട്ട് മീൻ ചേർക്കാം. മീനിന് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചാറിൻ്റെ ആവശ്യകത അനുസരിച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പം ആദ്യം മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം.
തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് മീൻ ചുറ്റിച്ച് കൊടുക്കാം. ഒരിക്കലും തവിയിട്ട് ഇളക്കരുത്. തവിയിട്ട് ഇളക്കിയാൽ മീൻ മുഴുവൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. എന്നിട്ട് പുളിയും ഉപ്പും ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വാങ്ങാം. ഫൈനലി റിച്ച് ഒമേഗ 3 ഫാറ്റി കറി റെഡി. നെയ്യെല്ലാം നല്ല നെയ്യുള്ള മത്തിയായിരുന്നുകൊണ്ട് അതെല്ലാം മേളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ് എണ്ണ പോലെ. വാവ്, ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു. ബായ്.